2 വർഷങ്ങൾ ആകുന്നു അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ട്, പ്രിയപ്പെട്ടവരൊക്കെയും പോയി മറഞ്ഞിട്ട്. ആ ഓർമ്മകൾക്ക് മുന്നിൽ വിതുമ്പുകയാണ് ഒരു ജനത. നമുക്കൊപ്പം വെള്ളാർമല സ്കൂളിന് മുന്നിൽ നിന്ന്, ചൂരൽമലയിൽ നിന്ന് ലിൻഡോ കൂടി തത്സമയിച്ചിരുന്നുണ്ട്. ലിൻഡോ, 2024 ജൂലൈ മാസം 30 പുലർച്ചെ 2 മണിയോടുകൂടിയാണ് വെള്ളരിമലയുടെ ഒരു ഭാഗം ഉരുളിൻ്റെ രൂപത്തിൽ താഴേക്ക് ഒലിച്ചിറങ്ങിയത്. ഒരുപാട് മനുഷ്യരുടെ സ്വപ്നങ്ങളാണ് ആ ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടമായത്. ഇന്ന് ആ ഓർമ്മകൾക്ക് 2 ആണ്ടാണ്. സേതുലക്ഷ്മി, നേരത്തെ ബെൻസൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദുരന്തം കഴിഞ്ഞ് ഈ 2 ആണ്ട് പിന്നിട്ടിട്ടും ദുരന്തബാധിതർ ആ വേദനയിൽ നിന്നും ആ ഞെട്ടലിൽ നിന്നും ഇതുവരെ മുക്തമായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അവരുടെ വേദനകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ദുരന്തത്തിൽ നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2024 ജൂലൈ മാസം 30 അർദ്ധരാത്രിയിലുണ്ടായ ആ ഉരുൾപൊട്ടലിൽ 298 ജീവനുകളാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം നഷ്ടമായത്. അതിൽ 35 പേരുടെ മൃതദേഹം ഇപ്പോഴും കണ്ടു കിട്ടാനുണ്ട്. ഒരു ഒറ്റ രാത്രി കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് ഒരു നാട് മുഴുവൻ നിരാലംബരായ ഒരു മനുഷ്യർ അനാഥമായി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പുന്നപ്പുഴയുടെ തീരത്താണ്. ഈ വെള്ളാർമല ബെയിലി പാലത്തിന്, ഈ ചൂരൽമലയിലേക്കുള്ള പാലം പൊളിഞ്ഞതിന് ശേഷം നിർമ്മിച്ച ബെയിലി പാലത്തിന് സമീപമാണ്. നമുക്കിപ്പോൾ പുന്നപ്പുഴ ഒഴുകുന്നത് കാണാം. അപ്പോഴത്തെ ഈ പുന്നപ്പുഴയുടെ അവസ്ഥ നമുക്ക് കാണാം. ആ ദുരന്തത്തിന് ശേഷം എത്രയോ വളരെ മനോഹരമായിരുന്ന പ്രകൃതി ഭംഗിയോട് ചേർന്ന് നിന്നിരുന്ന പുന്നപ്പുഴ ഇപ്പോഴത്തെ അവസ്ഥ കാണാം. അന്ന് ഏറ്റവും കൂടുതൽ ഈ നമ്മൾ കണ്ടിട്ടുള്ള, നൊമ്പരത്തോടെ കണ്ടിട്ടുള്ള സ്കൂളാണ് ഈ വെള്ളാർമല സ്കൂൾ. ഈ വെള്ളാർമല സ്കൂളിൽ അന്ന് ഈ ദുരന്തത്തിന് ശേഷം ഒരു മൂകസാക്ഷിയായി പിടിച്ചു നിന്ന ഒരു സ്ഥലം ഈ വെള്ളാർമല സ്കൂളാണ്. ഈ വെള്ളാർമല സ്കൂളിൽ പഠിച്ചിരുന്ന 33 വിദ്യാർത്ഥികളാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വെള്ളാർമല സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ കൂട്ടുകാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇന്ന് പുഷ്പാർച്ചന നടത്തുന്നത്. ബേലിപ്പാലത്തിന് സമീപമായിട്ടാണ് ഈ ഒരു 7:30 പുഷ്പാർച്ചന നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം ചൂരൽമല സ്വദേശിയായിട്ടുള്ള മനോജേട്ടനുണ്ട്. മനോജേട്ടൻ, 2 വർഷമായി, ദുരന്തം കഴിഞ്ഞ് 2 വർഷമായി. അന്നത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു 12:30 മണിക്കാണ് ഇത് സംഭവിച്ചത്. അതിനുശേഷം എന്ന് വെച്ചാൽ ഇപ്പോൾ 2 വർഷമായി. പക്ഷെ ഇന്നും എന്താ പറയുക, ദുരിതം അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ് ഭൂരിപക്ഷം ഉള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള ഗവൺമെൻറ് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള അറിയില്ല. പക്ഷേ ഇവിടെ പ്രദേശത്തിൽ കുറേ ആളുകൾ ഇപ്പോഴും ബാക്കി അവശേഷിക്കുന്നുണ്ട്. അവരും ഇന്ന് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലോണുകളും മറ്റവന് ഉപജീവന മാർഗ്ഗങ്ങളും മറ്റെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ നാട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഒരു നിശ്ചലമായി കിടക്കുന്ന ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ദുരന്തമുഖത്തുണ്ടായിരുന്നു. അതെ, ഞങ്ങളൊരു 12:30 മണിയാണ്. എൻ്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. എൻ്റെ ഏട്ടൻ്റെ മോളെ എനിക്ക് വിളിച്ചു പറഞ്ഞു, അവിടെ ഭയങ്കര ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ഞാൻ മിലിറ്ററി വിജയേട്ടനെയും കൂട്ടിയിട്ട് വന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഈ പ്രദേശം ഒന്നാകെ തരിപ്പണായി കിടക്കുന്ന ഒരു രംഗമാണ്. ഈ മനോജേട്ടൻ പറഞ്ഞതുപോലെ ഈ ദുരന്തമുഖത്ത് അങ്ങനെ ഉണ്ടായിരുന്ന പലരെയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കണ്ടിട്ടിരുന്നു. അവരൊക്കെ പറയുന്നത് അവർക്ക് അന്നത്തെ ആ രാത്രിയെയും ദിവസങ്ങളെയും ഒന്നും ഓർത്തെടുക്കാൻ സാധിക്കില്ല. അത്രയേറെ ഇപ്പോഴും ഞെട്ടലോടുകൂടിയാണ് ആ ദുരന്തത്തെ. നിലവിളികളും ഇരുട്ടും ചെളിയും ആ മരണത്തിന്റെ ഗന്ധവും ഒന്നും അവരിൽ നിന്ന് ഇങ്ങനെ ഒന്നും വിട്ടുപോകില്ല. അത് എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും, എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും, നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ്. വെള്ളരിമല ഒരു ഭാഗം ഇടിഞ്ഞ് ഉരുളിൻ്റെ രൂപത്തിൽ വന്ന് അവരുടെ എല്ലാം കവർന്നെടുത്തു കൊണ്ടുപോയ ഒരു ദിവസം. അപ്പം അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒരു വല്ലാത്ത ദിനവും വല്ലാത്ത ഓർമ്മയും. ഒരു കാണുന്ന ഇവരെ ഓരോരുത്തരും നമ്മുടെയൊക്കെയും പണിയെടുത്ത ആൾക്കാരാണല്ലോ. പങ്കുവെച്ചു, സ്നേഹപ്പെട്ടു. ദൈവമേ, ഒരു പാത്രത്തിന് ഞങ്ങള് അയ്യോ ഒരു പിടക്കൊന്നുമില്ലാതെ സന്തോഷം ഇന്ന് ഞങ്ങൾ
വീട് കിട്ടി എന്തെല്ലാം കിട്ടിയാലും ഇത് മാറില്ലല്ലോ തമ്പുരാനെ. അടുത്തുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോ നമുക്ക് എന്ത് ഓർമ്മ, വേറെ ഒന്നും ഓർമ്മയില്ല, മനസ്സിൽ ഇതേ ഉള്ളു പഠിച്ചവനെ. ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. മഴ ഇന്നലെ പെയ്യുമ്പോഴും പേടിയാന്ന് പഠിച്ചവനെ. ഇതൊന്നും ഇല്ലാതിരിക്കട്ടെ തമ്പുരാനെ. അല്ലാ വേണ്ട വേണ്ട നീ പിന്നെ കെട്ടണ്ട ഓ ഇതല്ല അതൊന്നും കെട്ടൂല.